Hello, welcome back to Dashin's Corner. Hope you all are safe and healthy, and if you are watching my channel for the first time, please subscribe my channel, and if you find the videos informative, please like and share with your friends and relatives. ഇന്ന് നമ്മൾ മീഖാലിയുടെ കഥ, അതായത് മാറ്റേണിറ്റി എന്ന് പറയുന്ന ലിലിക നാക്കോസിൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിട്ടൊന്നും ആ ചാപ്റ്ററിനില്ല, പക്ഷേ നമ്മളുടെ കൺവീനിയൻസിന് ആ പാഠം ഞാൻ എന്ത് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ താഷിൻസ് കോർണർ ഫാമിലി 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. സോ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കേരള സിലബസ് 9th സ്റ്റാൻഡേർഡുകാരുടെ മീഖാലി അല്ലെങ്കിൽ മീഖാലിയുടെ കഥ പറയുന്ന മെറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഥ എവിടെയാണ് പറഞ്ഞ് നിർത്തിയതെന്ന് വെച്ചാൽ, മീഖാലിയുടെ കഥയിലാണ് നമ്മൾ തുടങ്ങിയത്. ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് റെഫ്യൂജി ക്യാമ്പിൽ, അർമേനിയൻസിൻ്റെ ഒരു റെഫ്യൂജി ക്യാമ്പ്, അർമേനിയൻസ് റെഫ്യൂജി ക്യാമ്പിൽ, ഫ്രഞ്ച് പട്ടണത്തിൽ ഒരു റെഫ്യൂജി ക്യാമ്പിലെത്തിയതും അവരെങ്ങനെയാണ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നതും അവർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് പോയി കാണുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബാലൻ്റെ കഥയാണ്. 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. അവൻ്റെ കയ്യിൽ, അവൻ്റെ മുതുകിൽ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു. ആ ഭാണ്ഡത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണം അവൻ നിൽക്കുന്നിടത്തു നിന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഭക്ഷണം വാങ്ങി കൊടുക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയോ ആ കുഞ്ഞിനെയും കൊണ്ട് ജോലിക്ക് പോകാനുള്ളൊരു അവസ്ഥയൊന്നും ആ ബാലന് ഉണ്ടായിരുന്നില്ല. സോ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. അടുത്ത ഭാഗം വരുന്നത് പേജ് നമ്പർ 45-ലാണ്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക. One day, unable to bear it further, Mikhali went to the other side of the place where the Anatolians were. They also had fled from the Turkish massacres in Asia Minor. Mikhali had been told that there was a nursing mother there who might take pity on his baby, so that he went full of hope. അതായത് ബാലന് വേണ്ടിയിട്ട്, ആ ബാലന് കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് പാലോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരു ദിവസം മീഖാലി ആ കുഞ്ഞിൻ്റെ കരച്ചിൽ സഹിക്കവയ്യാതെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അനറ്റോളിയൻസ് തമ്പടിച്ചിരിക്കുന്ന ഒരു റെഫ്യൂജി ക്യാമ്പിലേക്ക് പോയി. അനറ്റോളിയൻസ് എന്ന് പറയുന്നത്, അനറ്റോളിയ എന്ന് പറയുന്നത് അർമേനിയയുടെ തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ്. അനറ്റോളിയൻസും അർമേനിയൻസും ഒട്ടോമൻ ടർക്കിഷ് എംപയറിൻ്റെ ക്രൂരതയുടെ ഫലമായിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ പോയി താമസിച്ചിരുന്ന ആൾക്കാരാണ്. സോ അർമേനിയൻസിൻ്റെ അടുത്ത് തന്നെ ആണ് അനറ്റോളിയൻസും ക്യാമ്പ് തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടേക്കാണ് മിഖാലി പോയത്. ഏഷ്യ മൈനറിൽ നിന്ന് ടർക്കിഷ് കൂട്ടക്കൊലകൾക്ക് വിധേയമായിട്ട് ഓടിപ്പോകുന്നവരാണ് അനറ്റോളിയൻസ്. അനറ്റോളിയൻസ് എന്ന് പറയുന്നത് ഏഷ്യ മൈനറിൽ നിന്ന് ടർക്കിഷ് കൂട്ടക്കൊലകൾക്ക് വിധേയമായിട്ട് ഓടിപ്പോയവരാണ്. അതായത് അർമേനിയൻസിനെ പോലെ തന്നെ ഒരു ബിഗ് മാസക്കറിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോയ ആൾക്കാർ തന്നെയാണ് അനറ്റോളിയൻസും. അനറ്റോളിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അർമേനിയയുടെ തൊട്ട് അടുത്തുള്ള പ്രദേശമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഏഷ്യ മൈനർ എന്ന് പറയുന്നത് അനറ്റോളിയ എന്ന പ്രദേശത്തിൻ്റെ പേരാണ്. അനറ്റോളിയ എന്ന് പറയുന്ന പ്രദേശത്തിന് പറയുന്ന വേറൊരു പേരാണ് ഏഷ്യ മൈനർ. അപ്പോൾ ആരോ മിഖാലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ആ റെഫ്യൂജി ക്യാമ്പിൽ ഒരു നഴ്സിംഗ് മദർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുലയൂട്ടുന്ന ഒരു അമ്മ
എന്നാണ് ഉദ്ദേശിക്കുന്നത്, നഴ്സിംഗ് മദർ കൊണ്ട്. അവർക്ക് ചിലപ്പോൾ കുഞ്ഞിനോട് ദയ തോന്നിയിട്ട് മുലപ്പാൽ നൽകിയേക്കാം എന്ന് ആരോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം പ്രതീക്ഷയോടെ, ഫുൾ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതീക്ഷയുമായിട്ടാണ് അവൻ ആ ക്യാമ്പിലോട്ട് പോയത്. Their camp was like his, the same misery. Old women were crouched on pallets on the ground. Barefooted children played about in pools of dirty water. അവൻ്റെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു അവരുടെ ക്യാമ്പും മിക്കാലിയുടേതുപോലെ തന്നെയായിരുന്നു. എന്താണ് പ്രത്യേകത? ഒരേ ദാരിദ്ര്യവും ദുരിതങ്ങളും ഒക്കെ ആയിരുന്നു ആ ക്യാമ്പിലും ഉണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ വയസ്സായ കുറേ സ്ത്രീകൾ, കുറേ അമ്മമാർ വൈക്കോൽ പായയിൽ കുനിഞ്ഞു കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, പരിസരത്തൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ? വൃത്തിഹീനമായ വെള്ളത്തിൽ കാലിൽ ചെരുപ്പ് ഒന്നും ഇടാതെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു സീൻ അവന് കണ്ടത്. As he approached, several old women rose to ask what he wanted, but he walked on and stopped only at the opening of a tent. From the interior of the tent came the sound of a wailing infant. എന്താണ്? അങ്ങനെ മിക്കാലി അവിടെ പോയ സമയത്ത് പ്രായമായ കുറച്ചു സ്ത്രീകളൊക്കെ വന്നിട്ട് നിനക്ക് എന്ത് വേണം എന്നൊക്കെ മിക്കാലിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത്. പക്ഷെ അവർക്കൊന്നും ചെവി കൊടുക്കാതെ, അവരോടൊന്നും അവൻ റിപ്ലൈ കൊടുത്തില്ല. അവരോടൊന്നും പറയാതെ അവൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്ന പോലെ മുന്നോട്ട് തന്നെ നടന്നു. അവൻ നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അവൻ നടത്തം നിർത്തിയത് എവിടെയാണ്? ഒരു ടെൻറ്റിൻ്റെ തുറന്ന ഭാഗത്തായിരുന്നു അവൻ പോയി നിന്നത്. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞു കരയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. Have pity on this poor orphan and give him a little milk. I am a poor Armenian, he said in Greek. എന്താണ് ആ ടെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് മിക്കാലി പറഞ്ഞത്? ദയവായി ഈ കുഞ്ഞിനൊരൽപ്പം പാല് കൊടുക്കൂ, ഞാനൊരു പാവം അർമേനിയക്കാരനാണ് എന്നാണ് അവൻ ഗ്രീക്കിൽ വിളിച്ച് പറഞ്ഞത്. At his appeal, a lovely dark woman appeared. She held in her arms an infant blissfully sucking the maternal breast, its eyes half closed. Let's see the kid. Is it a boy or a girl? അവൻ്റെ അപേക്ഷ കേട്ടിട്ട് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഇരുണ്ട നിറത്തിലുള്ള സുന്ദരിയായ ഒരു സ്ത്രീ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് എന്താണ്? സന്തോഷത്തോടെ അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുഞ്ഞിൻ്റെ കണ്ണ് പാതി അടഞ്ഞിരിക്കുകയായിരുന്നു. അതായത് ആ കുഞ്ഞ് ഉറങ്ങാൻ പോകുന്ന ഒരു സമയമായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, കുഞ്ഞിനെ കാണിക്ക്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? സ്ത്രീ മിക്കാലിയോട് പറഞ്ഞു. Mikali's heart trembled with joy. Several neighbors had come closer to see, and they helped him to take from his shoulders the sack where the baby brother was held. With curiosity, they leaned over. He drew back the cover. എന്താണ്? ആ സമയത്ത് മിക്കാലിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം കുഞ്ഞിന് പാല് കിട്ടും എന്നൊരു പ്രതീക്ഷയോടെ. ഏതാനും നെയ്ബേഴ്സും അവിടെ കൂടിക്കൊണ്ടിരുന്നു. അവർ മിക്കാലിയുടെ ഷോൾഡറിൽ നിന്നും കുഞ്ഞിനെ കെട്ടിയിരുന്ന ആ ഒരു തുണിസഞ്ചി, ആ ഒരു ഭാണ്ഡം എടുക്കാൻ അവനെ സഹായിച്ചു. അവർ ഭയങ്കര ആകാംക്ഷയോടെ ആ ഭാണ്ഡത്തിന് ചുറ്റും കൂടി നിന്നു. എന്നിട്ട് ഭാണ്ഡത്തിൻ്റെ കവറ് അവൻ വലിച്ച് മാറ്റി. The women gave vent to various cries of horror. The child had no longer anything human about it. The head had become enormous, and the body of an incredible thinness was all shriveled up, as until then it had sucked only its thumb. It was all swollen. It was dreadful to see. Mikali himself drew back in fright. എന്താണ്? കുഞ്ഞിനെ കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ പേടിച്ചിട്ട് ഓരോരോ ശബ്ദങ്ങളുണ്ടാക്കി. ഭയം കൊണ്ടുണ്ടാക്കുന്ന ഓരോരോ ശബ്ദങ്ങൾ അവർ ഉണ്ടാക്കി. ഭയം കൊണ്ടുള്ള കരച്ചിലോ അങ്ങനെയുള്ള ഓരോരോ സൗണ്ട് അവർ പുറപ്പെടുവിപ്പിച്ചു. ആ കുഞ്ഞിന് മനുഷ്യരൂപം ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ്റേതായ ഒരു കാര്യവും ആ കുഞ്ഞിന് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഭയപ്പെടുത്തുന്ന രൂപമായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നത്. തല അസാധാരണമായിട്ട് തല വളർന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു തലയായിരുന്നു ആ കുഞ്ഞിന് ഉണ്ടായിരുന്നത്.
പിന്നെ അതിൻ്റെ ശരീരം എങ്ങനെയുള്ളതായിരുന്നു? വളരെ മെലിഞ്ഞ ശരീരമായിരുന്നു. ചുക്കിച്ചുളിഞ്ഞ് തൊലിയൊക്കെ ഡ്രൈ ആയ വരണ്ട അവസ്ഥയിലുള്ള ഒരു സ്കിന്നായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നത്. ഈ കാലം അത്രയും പട്ടിണി കൊണ്ട് കൈവിരൽ മാത്രമല്ലേ ആ കുഞ്ഞ്, എന്താ പറയുക, ആ കൈവിരലായിരുന്നു ആ കുഞ്ഞിൻ്റെ ഭക്ഷണം എന്ന രീതിയിൽ കൈവിരൽ ഊമ്പി കുടിച്ചുകൊണ്ടായിരുന്നു ആ കുഞ്ഞ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിരലൊക്കെ വല്ലാതെ ചീർത്തിരുന്നു. സ്വള്ളൻ എന്ന് വെച്ചാൽ ചീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു ആ കുഞ്ഞിനെ കാണുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നത്. ഈവൻ മീഖാലി പോലും ആ കുഞ്ഞിനെ കണ്ടിട്ട് ഒന്ന് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. All of them together chased him away, threatening. His eyes filled with tears. He went off, bearing the little child still wailing in its hunger. അവരെല്ലാം കൂടി എന്ത് ചെയ്തു? ആ സമയത്ത് അവനെ അവിടെ നിന്നും ഓടിച്ചു വിട്ടു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ ആ നിർത്താതെ കരയുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. There was nothing to be done. The child was condemned to die of hunger. Mikhali felt himself immensely alone and lost. A chill ran up his spine at the thought that he was carrying such an unlucky child. He slumped down in the shadow of a shed. It was still very warm. എന്താണ്? ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് അവൻ മനസ്സിൽ ഓർത്തു, അല്ലേ? വിശപ്പ് കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടതാണ് ഈ കുഞ്ഞ് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അത്രയും സങ്കടം അവനുണ്ടായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ആരും അവനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. വളരെയധികം ഒരു ഒറ്റപ്പെട്ട പോലെയായിരുന്നു അവന് തോന്നിയത്. അവനെല്ലാം നഷ്ടപ്പെട്ട പോലെയുള്ളൊരു ഫീല് അവനിൽ വന്നു. വിശന്ന് മരിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഒരു, എന്താ പറയുക, ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എല്ലാം ആ ഒരു കുഞ്ഞിൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ എൻ്റെ വിധിയാണ്, ആ കുഞ്ഞ് ഇങ്ങനെ മരിച്ചു പോകും എന്ന ഒരു വിഷമത്തിലാണ് മിഖാലി അതിനെയും എടുത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അത്തരം നിർഭാഗ്യവാനായ ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുകയാണ് താനെന്ന ചിന്ത മിഖാലിയുടെ മനസ്സിൽ ഭയം വളർത്തി. അവൻ്റെ നട്ടലിൽ ഒരു മരവിപ്പ് തുടങ്ങി. എന്താ പറയുക, ഒരു തണുത്ത ഒരു ഫീലിംഗ്. അവിടെ ചിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കോൾഡ് ഫീലിംഗ്. അതിൻ്റെ കൂടെ തന്നെ അതിന് വേറൊരു അർത്ഥമുണ്ട്, സെൻസ് ഓഫ് ഫിയർ, ഒരു ഭയാനകമായ ഒരു ഫീല്. അതാണ് കോൾഡ് എന്നുകൊണ്ട് ഇവിടെ, അല്ലെങ്കിൽ ചിൽ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അവൻ എന്തു ചെയ്തു? ഒരു ഷെഡിൻ്റെ തണലിൽ അവൻ പടിഞ്ഞിരുന്നു. നല്ല ബലമായിട്ടിരുന്നു, ശക്തിയായിട്ട് അവിടെ പടിഞ്ഞിരുന്നു. എന്നിട്ട് അവൻ അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കി. നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. The country spread out before him in arid wasteland covered with refuse. Noon rang out somewhere. The sound reminded him that he had eaten nothing since the day ബിഫോർ. എന്താണ്? ആ പ്രദേശം അവന് ഒരു വേസ്റ്റ് ലാൻഡായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ഉപേക്ഷിക്കപ്പെട്ട പോലെ ഒരു ഉണങ്ങി വരണ്ട ഒരു രീതിയിലായിരുന്നു ആ പ്രദേശം അവൻ കാണപ്പെട്ടത്. ചപ്പ് ചവറുകളൊക്കെ നിറഞ്ഞ ഒരു ഭൂമി അങ്ങനെ പരന്ന് കിടക്കുന്നു. അങ്ങനെയാണ് അവന് തോന്നിയിട്ടുണ്ടായിരുന്നത്. എവിടെയോ ഉച്ചയായി എന്ന ഒരു സൂചന പോലെ ഒരു മണി അടിക്കുന്നത് അവൻ കേട്ടു. ഒരു മണിനാദം കേട്ടു. ആ മണിയുടെ ശബ്ദം കേട്ട സമയത്താണ് അവൻ ഓർത്തത്, എന്ത്? ഇന്നലെ മുതൽ താനൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന്. എത്രയും പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? തെരുവുകളിലൂടെ പതുങ്ങി പതുങ്ങി നടക്കാൻ തുടങ്ങി. He would have to go sneaking about the streets, round cafe terraces, filching some half-eaten roll left on a plate, or else rake about in the garbage for what a dog would not have eaten. Suddenly life seemed to him so full of horrors that he covered his face with his hands and began to sob desperately. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്? അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു, അല്ലേ? സ്നീക്കിംഗ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പമ്മി പമ്മി നടക്കുക, ആരും കാണാതെ നടക്കുക. എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട്, റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട്, റെസ്റ്റോറൻറ്റിൻ്റെ ടെറസിലോ എവിടെയെങ്കിലും ആൾക്കാർ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കണം. അല്ലെങ്കിൽ വേസ്റ്റ് ഗാർബേജിൽ
ഡോഗ്സൊക്കെ കഴിക്കാതെ ബാക്കി വെച്ചിട്ടുള്ള ഫുഡ് എടുത്ത് എങ്ങനെയെങ്കിലും വിശപ്പ് അകറ്റണം എന്നായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഫിൽച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സംതിങ് ചീപ്പ്, വളരെ ചീപ്പായിട്ടുള്ള ഒരു വാല്യൂം ഇല്ലാത്തൊരു സാധനം മോഷ്ടിക്കുക, അതാണ് ഫിൽച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്പറേറ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്, ഹെൽപ്ലെസ്ലി. ആ സമയത്ത് അവൻ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നായ്ക്കൾ പോലും കഴിക്കാതെ ബാക്കി വെച്ച വേസ്റ്റൊക്കെ കഴിക്കണം എന്നൊക്കെ ചിന്തിച്ച സമയത്ത് ജീവിതം എന്ന് പറയുന്നത് എത്ര ഭീകരമാണ് എന്ന് അവന് സ്വയം തോന്നാൻ തുടങ്ങി. അവൻ കൈകൾ കൊണ്ട് മുഖം കവർ ചെയ്തിട്ട് കരയാൻ തുടങ്ങി. എത്ര സങ്കടകരമായ ഒരു സീനാണ് അല്ലേ അത്. കുഞ്ഞ് വിശന്ന് കരയാണ്, അവനും വിശപ്പുണ്ട്. പക്ഷെ അവൻ്റെ വിശപ്പ് എന്ന് പറയുന്നതിനേക്കാൾ പ്രിഫറൻസ് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് എങ്ങനെയെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നതാണ്. പക്ഷെ അവന് അതും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മിഖാലിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് അല്ലേ? നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ മനസ്സിൽ വിചാരിക്കാൻ കഴിയുന്നുണ്ടോ? റൈറ്റർ എത്ര ഭംഗിയായിട്ടാണ് അല്ലേ ഇതൊക്കെ നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളത്. When he raised his head, a man stood before him gazing down upon him. Mikhali recognized the China man who often came to the camp to sell paper knickknacks and charms, which no one ever bought from him anyway. Often they mocked him because of his color and his squint ഐസ്. മിഖാലി അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് അവൻ പെട്ടെന്ന് തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടതാരാണ്? ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നതാണ് മിഖാലി കണ്ടത്. താഴേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് മിഖാലിക്ക് ആളെ ഓർമ്മ വന്നു. അതാരാണ്? അവരുടെ ക്യാമ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ചൈനക്കാരനായിരുന്നു അത്. പേപ്പർ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ കൊണ്ടുവരുന്ന ഒരു ചൈനക്കാരനായിരുന്നു അത്. നിക്നാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചീപ്പായിട്ടുള്ള ഡെക്കറേറ്റീവ് ഓബ്ജക്ട്സ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഉണ്ടാവില്ലേ, അതിനൊക്കെയാണ് നിക്നാക്സ് എന്ന് പറയുന്നത്. ചാംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വരാറുണ്ട് അല്ലേ. സോ ദീസ് ആർ ദ മീനിങ്സ്. ആരും തന്നെ പക്ഷേ ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആരും തന്നെ അദ്ദേഹത്തിൻ്റെ അതൊന്നും വാങ്ങിക്കാറില്ലായിരുന്നു, വസ്തുക്കളൊന്നും വാങ്ങിക്കാറില്ലായിരുന്നു. പകരം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരൊക്കെ അയാളെ കളിയാക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊലി നിറവും പിന്നെ കോങ്കണ്ണുകളും, സ്ക്വൈൻ്റ് ഐസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോങ്കണ്ണുകളാണ്. കോങ്കണ്ണുകളൊക്കെ കൊണ്ട് അദ്ദേഹത്തെ എപ്പോഴും പരിഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. Mikhali saw that he was looking gently down at him and moving his lips as though to speak. Finally the Chinaman said, "You mustn't cry, boy. Then timidly come with me." എന്താണ്? അദ്ദേഹം അവനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മിഖാലിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്തോ സംസാരിക്കാൻ ഒരുങ്ങി ചുണ്ടുകൾ അനക്കുന്നതും അവൻ ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞത്? അവസാനമായി ചൈനക്കാരൻ പറയുന്നത് എന്താണ്? നീ കരയേണ്ട കുട്ടി. പിന്നീട് കുറച്ച് നാണത്തോടെ, കുറച്ച് ടിമിഡായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. Mikhali's only answer was to shake his head negatively. He longed to flee. He had heard so many horrors about the cruelty of the Orientals. മിഖാലി എങ്ങനെയാണ് റിപ്ലൈ ചെയ്തത്? നെഗറ്റീവായിട്ടാണ് റിപ്ലൈ ചെയ്തത്. വരില്ല എന്ന രീതിയിൽ തലകുലുക്കിയിട്ടായിരുന്നു മിഖാലി റിപ്ലൈ ചെയ്തത്. നിഷേധത്തോടെയായിരുന്നു അവൻ തല കുലുക്കിയിട്ടുണ്ടായിരുന്നത്. ആ ചൈനക്കാരൻ്റെ ഇൻവിറ്റേഷൻ മിഖാലി നിരസിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് അവന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ലോങ്ഡ് എന്ന് വെച്ചാൽ വിഷ്ഡ്, ഓറിയൻ്റൽ എന്ന് വെച്ചാൽ ഈസ്റ്റ് ഏഷ്യൻ വംശജർ. അപ്പോൾ അവരുടെ ഈസ്റ്റ് ഏഷ്യൻ വംശജരുടെ ക്രുവൽറ്റീസിനെ കുറിച്ചൊക്കെ അവൻ ഒരുപാട് ഭീകര കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ അവൻ തയ്യാറല്ലായിരുന്നത്. Yet the man remained there and did not budge. So, being in great distress, Mikhali followed him. What more awful thing could happen to him? Yes, പക്ഷേ അദ്ദേഹം എന്താണ് അവിടെ നിന്ന് അനങ്ങിയില്ല. വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അവിടെ നിന്ന് അനങ്ങിയതേയില്ല. He did not move. എന്താ ചെയ്തത്? അങ്ങനെ വല്ലാത്തൊരു മെൻ്റൽ പ്രഷറിൽ, ഇഷ്ടമില്ലാതെ, മനസ്സോടെ മിഖാലി അയാളെ പിന്തുടർന്നു. അതായത് അയാളുടെ കൂടെ പോയി.
ഇനി എന്ത് ഭീകരമായ അവസ്ഥയാണ് തനിക്ക് സംഭവിക്കാൻ പോകുക എന്ന് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിച്ചു. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ ഭീകരമായ കാര്യങ്ങളൊന്നും നടക്കാനില്ല. ഈ വിശപ്പിനേക്കാൾ വലിയൊരു ഭീകരമായ കാര്യങ്ങളൊന്നും നടക്കാൻ ഇല്ല. As they walked along, he stumbled weakly and almost fell with the child. The Chinaman came to him and taking the baby in his arms, tenderly pressed it to him. എന്താണ്, അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവൻ ഒന്ന് വീഴാൻ പോയി. വളരെ ദയനീയമായിട്ടൊന്ന് വീഴാൻ പോയി. വീണില്ല എന്നൊരവസ്ഥയിലെത്തി. സ്റ്റംബിൾഡ് എന്ന് വെച്ചാൽ ബാലൻസ് തെറ്റി വീഴാൻ പോയി. പെട്ടെന്ന് ആ ചൈനക്കാരൻ എന്ത് ചെയ്തു, വന്ന് ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. ധാരാളം ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ ക്രോസ് ചെയ്ത് അവർ നടത്തം തുടങ്ങി. They crossed several empty lots and then the man took a little lane that led them to a sort of wooden cabin surrounded by a very small garden. ലോട്ട് എന്ന് വെച്ചാൽ ഒഴിഞ്ഞ പ്രദേശം. അവരൊരു ഒഴിഞ്ഞ പ്രദേശത്ത് കൂടി നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇടുങ്ങിയ പ്രദേശത്ത് കൂടെ നടക്കാൻ തുടങ്ങി. ആ വഴിയിലൂടെ പോയ സമയത്ത് എത്തിയതൊരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ക്യാബിൻ കോട്ടേജിലായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ചുറ്റും നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ക്യാബിനിൽ അവർ എത്തി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? He stopped before the door and clapped his hands twice. എന്താണ്, ആ വാതിലിൻ്റെ മുന്നിൽ എത്തി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? 2 തവണ ക്ലാപ്പ് ചെയ്തു. ഏതാനും സ്റ്റെപ്സൊക്കെ കയറിക്കൊണ്ട് ഒരു ചെറിയ മനുഷ്യൻ വന്ന് വാതിൽ തുറന്നു. A tiny person came to open the door. Seeing the man, her face reddened and then a happy smile lit it up. She made a brief curtsy to them as Mikali remained there, hesitatingly rooted to the threshold. The Chinaman said to him, "Come in, then. Do not be afraid. This is my wife." ഏതാനും സ്റ്റെപ്സൊക്കെ കയറി വന്നൊരു അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു ആ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ആളുകളെയൊക്കെ കണ്ട സമയത്ത് അവളുടെ മുഖം നല്ല ചുവന്ന തുടുത്തു സന്തോഷം കൊണ്ട് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വിടർന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നേരെ തിരിഞ്ഞ് അവൾ എന്ത് ചെയ്തു? മാന്യമായ രീതിയിലൊരു ഉപചാരം കാഴ്ചവെച്ചു. കേർട്സി എന്ന് വെച്ചാൽ ഉപചാരം. എന്നിട്ട് ആ വാതിൽ പടിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന നമ്മുടെ മീഖാലി ഉണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ മീഖാലി ആ വാതിലിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീഖാലിയോട് ചൈനാമാൻ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അകത്തോട്ട് വന്നോളൂ. അപ്പോൾ മീഖാലി ആ കുഞ്ഞിനെയും എടുത്ത് അകത്തോട്ട് കയറി. Mikali went into the room, rather large it seemed, separated in the middle by a colored paper screen. It was all so clean and neat, though very poor looking. In the corner he noticed a wicker cradle. Mikali അകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ വലിയൊരു മുറിയായിരുന്നു. അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കളർ പേപ്പർ വെച്ചിട്ട് ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. ആ സ്ക്രീൻ വെച്ചിട്ടാണ് ആ മുറി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ ഒരു അന്തരീക്ഷമാണെങ്കിലും, അതായത് വളരെ ചെറിയ റൂമായിരുന്നെങ്കിലും മുറിയുടെ ഒരു മൂലയിൽ വള്ളികൾ കൊണ്ട് മെടഞ്ഞ ഒരു തൊട്ടിലുണ്ടായിരുന്നു. വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ അവൻ കണ്ടത്. അതായത് ചെറിയ മുറിയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ മുറിയുടെ ഒരു കോർണറിലായിട്ട് ഒരു വള്ളി കൊണ്ട് കെട്ടിയ ഒരു തൊട്ടിലും Mikali ശ്രദ്ധിച്ചു. "This is my baby," said the young woman, cocking her head graciously to one side and smiling at him. "He is very tiny and very beautiful. Come and see." "അതെൻ്റെ കുട്ടിയാണ്," സ്ത്രീ പറഞ്ഞു. തല ചരിച്ചുകൊണ്ട് മിഖാലിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "അതെൻ്റെ കുട്ടിയാണ്. ഇവൻ വളരെ ചെറുതാണ്, കൊച്ചുകുട്ടിയാണ്, വളരെ സുന്ദരനുമാണ്. വന്നു നോക്കിക്കോളൂ" എന്ന് മിഖാലിയോട് ആര് പറഞ്ഞു? ചൈനക്കാരൻ്റെ ഭാര്യ പറഞ്ഞു. Mikali went up closer and silently admired it. A chubby baby, but lately out of the darkness of the maternal body, slept peacefully covered with a gold brocade cloth like a little king.
എന്താണ് മീഖാലി അതിൻ്റെ അടുത്ത് പോയിട്ട് വളരെ സൈലൻ്റായിട്ട് അതിനെ നോക്കി നിന്നു, വളരെ ബഹുമാനത്തോടെ മാന്യതയോടെ നോക്കി നിന്നു. നല്ല തുടുത്ത ഒരു ബേബി ആയിരുന്നു അത്. അമ്മയുടെ ബോഡിയിൽ നിന്നും വളരെ അടുത്ത് തന്നെ പുറത്തോട്ട് വന്ന ഒരു ബേബി ആയിരുന്നു. അതായത് ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അധികകാലം ആയിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കുഞ്ഞ് നല്ല സമാധാനത്തോടെ പീസ്ഫുള്ളി ജോയ്ഫുള്ളി ഉറങ്ങുകയായിരുന്നു. പിന്നെ എന്താണ് ആ കുഞ്ഞിൻ്റെ പ്രത്യേകത? നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള ബ്രൊക്കേഡുള്ള ഒരു ക്ലോത്തായിരുന്നു ആ കുഞ്ഞ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രാജകുമാരനെ പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെയായിരുന്നു ആ കുഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ദ ഹസ്ബൻഡ് കോൾഡ് ഹിസ് വൈഫ്. ഹി ടോൾഡ് ഹെർ ടു സിറ്റ് ഓൺ എ സ്ട്രോ മാറ്റ്. വിതൗട്ട് എ വേർഡ് ഹി സാറ്റ് ഡൗൺ ഓൺ ഹെർ ലാപ്പ്. ദ ലിറ്റിൽ ഫാമിഷ്ഡ് വൺ ബോയിങ് ഡീപ്ലി ബിഫോർ ഹെർ. പിന്നെ എന്താ സംഭവിച്ചത്? അദ്ദേഹം, അതായത് ചൈനാമാൻ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വൈക്കോൽ പായലിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വിശന്ന് കരയുന്ന കുഞ്ഞിനെ അവളുടെ മടിയിൽ വെച്ചു കൊടുത്തു. ഒന്നും പറഞ്ഞില്ല, കുഞ്ഞിനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ബോയിങ് എന്ന് വെച്ചാൽ കുനിഞ്ഞുകൊണ്ട് വളരെ താഴ്മയോടെയാണ് കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. The woman leaned over with astonishment and drew back the covering in which the child was wrapped. It appeared to her in all its skeletonic horror. She gave a cry of immense pity, then pressed the babe to her heart, giving it the ബ്രസ്റ്റ്. എന്താണ്, വളരെ ആകാംക്ഷയോടെ അവൾ ആ കുഞ്ഞിനെ ഒന്ന് നോക്കി. ആ കുഞ്ഞിനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭാണ്ഡമൊക്കെ എടുത്തൊന്ന് മാറ്റി കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചു. ആ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെക്കുന്ന സമയത്തായിരുന്നു എന്താ സംഭവിച്ചത്? ഒരു അസ്ഥികൂടം പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾക്കുണ്ടാകുന്ന ഒരു പേടി ഉണ്ടാവില്ല, ഒരു അസ്ഥികൂടം കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഭയം, ആ ഒരു ഭയം തന്നെയാണ് അവൾക്കും ആ സമയം ഉണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് ഭയങ്കരമായ സങ്കടം വന്നു, കരച്ചിൽ വന്നു. എന്തിനാണ് കരച്ചിൽ വന്നത്? ആ കുട്ടിയെ അവളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. കാരണം കരച്ചിൽ വന്നത് ഒന്നുകൊണ്ടല്ല, കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് സിമ്പതി തോന്നിയിട്ടാണ് കുട്ടിയെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നത്. ഷീ ഗേവ് എ ക്രൈ ആൻഡ് എൻ ഇമൻസ് പിറ്റി. സഹതാപത്തോടെയുള്ളൊരു കരച്ചിലായിരുന്നു അത്. ദെൻ പ്രസ്ഡ് ദ ബേബ് ടു ഹെർ ഹാർട്ട്. അവളുടെ ഹൃദയത്തോട്, അവളുടെ മാറോട് ചേർത്തു ആ കുഞ്ഞിനെ. എന്നിട്ട് എന്ത് ചെയ്തു? ആ കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ തുടങ്ങി. ദെൻ വിത്ത് എ ജസ്റ്റർ ഓഫ് മോഡസ്റ്റി ഷീ ബ്രോഡ് ഫോർവേഡ് എ ഫ്ലാപ്പ് ഓഫ് ഹെർ റോബ് ഓവർ ദ മിൽക്ക് സ്വോളൻ ബ്രസ്റ്റ് ആൻഡ് ദ പുവർ ഗ്ലട്ടനസ് ഇൻഫൻസ് ക്ലിങ് ദർ. പിന്നെ എന്താ ചെയ്തത്? അവളുടെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് അവളുടെ മാറ് മറച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ആ കുഞ്ഞിന് പാല് നൽകാൻ തുടങ്ങി. ആ കുഞ്ഞാണെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു ആനന്ദത്തിൽ ആ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി. ഫ്ലാപ്പ് എന്ന് വെച്ചാൽ കവറിങ്, ഒരു ഡ്രസ്സിൻ്റെ ഒരു കവറിങ്, സ്ത്രീകൾക്കുണ്ടാവുന്ന ഡ്രസ്സിൻ്റെ കവറിങ്ങിനാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ആ പാവം കുഞ്ഞ് ആർത്തിയോടെ, ഗ്ലട്ടണിങ് എന്ന് വെച്ചാൽ ഗ്രീഡി, അത്രയും ആർത്തിയോടെ ആ കുഞ്ഞ് പാല് വലിച്ചു കുടിക്കാൻ തുടങ്ങി. ഇതാണ് മെറ്റേണിറ്റി എന്ന ലിലിക നാക്കോസിൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിലുപരി സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു.